കേരള സർക്കാരിന്റെ കീഴിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു അവസരം കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട്. യോഗ്യതയുള്ള മിനിമം 10ാം ക്ലാസ് ആണ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള എല്ലാവർക്കും ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കും. അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആയിരിക്കുകയാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിനായിട്ട് മുൻപ് ഓരോ എക്സാമിനും പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഉപകാരപ്പെടുന്ന PDF മെറ്റീരിയൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോ എക്സാമിനും അത് പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഉപകാരപ്പെട്ട സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് PSC, SSC, RRB അതുപോലെ തന്നെ മറ്റുള്ള ഡിഫൻസ് എക്സാംസ് ഇതിന്റെയൊക്കെ മെറ്റീരിയൽസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. UPSC പലരും ചോദിക്കുന്നുണ്ട്. UPSCന്റെ ഉടനെ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിന് അത്യാവശ്യം സമയവും കാര്യങ്ങളും എടുത്ത് പ്രോപ്പർ ആയിട്ട് തന്നെ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. നിലവിൽ ഇത്രയധികം മെറ്റീരിയൽ ആണ് നമ്മുടെ അടുത്തുള്ളത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. വാട്സാപ്പ് ചെയ്താൽ മതി. എല്ലാന്നാണെങ്കിൽ ഇവിടെ ഒരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. അവിടെ സ്കാൻ ചെയ്ത് ആ ഒരു വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്തിരുന്നാൽ മാത്രം മതി. വരുന്ന PDF മെറ്റീരിയൽ അപ്പം അവിടെ അപ്ഡേറ്റ് ആയി കൃത്യമായിട്ട് തന്നെ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇത് കൂടാതെ ഓരോരോ എക്സാം അടുക്കുന്ന സമയത്ത് നമ്മൾ ക്ലാസ്സുകളും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സാമിന്റെ അടുപ്പിച്ച് മാത്രമേ അത് നമ്മൾ തരുന്നുള്ളൂ. 10 ഡേയ്സ് സ്റ്റഡീസ് സെക്ഷൻ പോലെയാണ് നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതിനും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഈ വാട്സാപ്പിൽ ജോയിൻ ചെയ്താൽ മതി. എന്തായാലും നമുക്ക് കണ്ടന്റിലേക്ക് കിടക്കാം. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യന്താപേക്ഷികമായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് ആയതുകൊണ്ട് തന്നെ വളരെ അത്യന്താപേക്ഷികമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് പെട്ടെന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതിന് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 2/9/2026 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അപേക്ഷിക്കേണ്ട കാറ്റഗറി നമ്പർ ഒന്ന് ശ്രദ്ധിച്ചിരുന്നേക്കുക. ഈ ഒരു ബോക്സിൽ ഞാൻ അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ. 086/2026 എന്ന കാറ്റഗറി നമ്പറിലൂടെ കേരള PSCന്റെ വെബ്സൈറ്റിൽ 1 ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഇനി പറയാൻ പോകുന്നത് അപേക്ഷിക്കേണ്ട വിധമാണ്. ഞാൻ പറഞ്ഞു നമ്മൾ രജിസ്റ്റർ ചെയ്യണം. 1 ടൈം രജിസ്ട്രേഷൻ ആദ്യം ചെയ്യണം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. നമ്മുടെ യോഗ്യത, പ്രായം, കാര്യങ്ങൾ, അതായത് ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു യൂസർ ID ലഭിക്കും. ആ യൂസർ ID ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്യുക. പിന്നെ ഇവിടെ എന്താണോ കാണുന്നത് അത് ഇവിടെ എൻ്റർ ചെയ്തിട്ട് ലോഗിൻ നൽകുക. ലോഗിൻ നൽകി കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു OTP വരുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് OTP വരുത്തുക. OTP കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക്, അതായത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് കയറാൻ സാധിക്കും. ആ അക്കൗണ്ടിൽ ന്യൂ നോട്ടിഫിക്കേഷൻ സെക്ഷൻ ഉണ്ടാവും. അവിടെ ഞാൻ നേരത്തെ ഒരു ബോക്സിൽ ഒരു കാറ്റഗറി നമ്പർ പറഞ്ഞില്ലേ, ആ കാറ്റഗറി നമ്പർ അവിടെ എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതിനി പറയാൻ പോകുന്ന യോഗ്യത നിങ്ങൾക്ക് ആവശ്യമാണ്. സോ നമുക്ക് ഈ യോഗ്യതകൾ ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് അപെക്സ് സൊസൈറ്റീസ് ഓഫ് കോപ്പറേറ്റീവ് സെക്ടർ ഇൻ കേരളയിലേക്കാണ്. മിനിമം 10ാം ക്ലാസ് വിജയിച്ചവരിൽ നിന്ന് പുതിയൊരു അപേക്ഷ സ്റ്റോർ കീപ്പർ പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുള്ളത്. ഏകദേശം 55,200 വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണ് ഇത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. നിലവിൽ ഒരു വേക്കൻസിയേ ഉള്ളൂ. വേക്കൻസി വിലയിരുത്തി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട മക്കളെ, കാരണം കേരള PSC ആണ്. ഇത് നിലവിലുള്ള വേക്കൻസി മാത്രമാണ് കാണിക്കുന്നത്. ദി എബോവ് വേക്കൻസീസ് നൗ ഇൻ എക്സിസ്റ്റൻസ് മാത്രമാണ്. നമ്മളുടെ ഈ പരീക്ഷയൊക്കെ കഴിയുമ്പോൾ റാങ്ക് ലിസ്റ്റ് ഒക്കെ വരുന്ന സമയത്തേക്ക് ഇവിടെ വേക്കൻസി ചിലപ്പോൾ 10, 20, 30 എത്രയാവും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ലാസ്റ്റ് ടൈമിലേക്ക് റിട്ടയർമെന്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവിടെ വേക്കൻസി ചിലപ്പോൾ റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് യോഗ്യതയുള്ളവർ, താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. സോ മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ട് യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാൻ സാധിക്കും. 18 വയസ്സ് മുതൽ 44 വയസ്സ് വരെയാണ് അപേക്ഷിക്കാനുള്ള പ്രായം പറഞ്ഞിട്ടുള്ളത്. അത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 2/1/1982 അതുപോലെ 1/1/2008 ഈ ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതിന്റെ കൂടെ പറയട്ടെ, അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് ആയിട്ടുള്ള OBC വിഭാഗത്തിന് 3 വർഷത്തെയും SC/ST വിഭാഗത്തിന് 5 വർഷത്തെയും പ്രായത്തിൽ ഇളവ് നൽകപ്പെടുന്നുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും യോഗ്യത SSLC ആണ് പറഞ്ഞിട്ടുള്ളത്. സോ SSLC പാസ്സായിട്ടുള്ളവർക്ക് അപേക്ഷിക്കുക. അതായത് 10ാം ക്ലാസ് ആണ് ഉദ്ദേശിക്കുക. 10th പാസ്സായിട്ടുള്ളവർക്ക് ആർക്കാണെങ്കിലും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് ഈ പ്രായപരിധിയും ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും വേണം. അപ്പോൾ കേരള PSCന്റെ വെബ്സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക. വെബ്സൈറ്റ് ഞാനിപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നില്ല. കേരള PSCന്റെ വെബ്സൈറ്റ് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള, നമ്മൾ 10ാം ക്ലാസ് കഴിയുമ്പം തന്നെ ഒട്ടുമിക്ക എല്ലാവരും കേൾക്കുന്ന ഒരു വെബ്സൈറ്റാണ് PSCന്റെ വെബ്സൈറ്റ് എന്ന്. അതുകൊണ്ട് എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് താഴെ കൊടുക്കാത്തത്. അപ്പോൾ ആ വെബ്സൈറ്റിൽ എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്തിട്ട് കേരള PSC വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും ഇതുപോലുള്ള കണ്ടന്റ് കൃത്യമായി ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട.